എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിന്റെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ ഗ്രേഡിനും ലഭിക്കുന്ന പോയിന്റ്സുകളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഒരു വിഷയത്തിന് A+ ലഭിക്കുകയാണെങ്കിൽ 9 പോയിന്റാണ് ലഭിക്കുക. A ഗ്രേഡ് ലഭിച്ചു കഴിഞ്ഞാൽ 8 പോയിന്റ്, B+ന് 7 പോയിന്റ്, B ഗ്രേഡിന് 6 പോയിന്റ്, C+ന് 5 പോയിന്റ്, C ഗ്രേഡ് കിട്ടിയാൽ 4 പോയിന്റ്, D+ വാങ്ങിയാൽ 3 പോയിന്റ്, അതുപോലെ D കിട്ടുകയാണെങ്കിൽ 2 പോയിന്റ്. ഇനി നമുക്ക് പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് നോക്കിയാൽ ഒരു 3 A+ കിട്ടിയെന്ന് വിചാരിക്കാം. 3 വിഷയത്തിൽ A+ കിട്ടിയെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 2 വിഷയത്തിൽ ആ കുട്ടിക്ക് A ഗ്രേഡ് കിട്ടി. പിന്നെ ഒരു 4 വിഷയത്തിൽ B+ കിട്ടി. പിന്നെ ഒരു വിഷയത്തിൽ B ഗ്രേഡ് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് എത്രയായിരിക്കും? ഇവിടെ നോക്കിയാൽ 3 വിഷയത്തിൽ A+ കിട്ടി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു A+ന് 9 പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 A+ന് എത്രയായിരിക്കും? 3 × 9 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ 3 × 9, അതായത് ആ കുട്ടിക്ക് 27 പോയിന്റ് ലഭിച്ചു. ഇനി 2 A ഗ്രേഡ് ആണ് അല്ലേ? അപ്പോൾ ഒരു A ഗ്രേഡിന് 8 പോയിന്റ് ആണ്. അതിനാൽ 2 A ഗ്രേഡിന് 2 × 8, അപ്പോൾ 2 × 8 16 പോയിന്റ് ലഭിച്ചു. ഇനി 4 B+ അല്ലേ? ഒരു B+ന് 7 പോയിന്റ്, അങ്ങനെയാണ് 4 B+ന് 4 × 7 28 പോയിന്റ്. ഇനി ഒരു B ഗ്രേഡ് അല്ലേ? B ഗ്രേഡിന് 6 പോയിന്റ്. അപ്പൊ ടോട്ടൽ ഈ കുട്ടിക്ക് കിട്ടിയ പോയിന്റ്സ് എത്രയാണെന്ന് നോക്കിയാൽ 7 × 6 13 അല്ലെ? 13 × 21, 6 × 27, ബാക്കി 2 2 4 1 5 2 7 അല്ലെ? 77 പോയിന്റ് ആണ് ഈ കുട്ടിക്ക് മൊത്തം കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നത് നോക്കിയേ. പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മൊത്തം കിട്ടിയ പോയിന്റ് അല്ലെ, അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. അപ്പൊ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്രയാണ്? ഈ കുട്ടിക്ക് കിട്ടിയ 77 ആണ് അല്ലെ? അപ്പൊ 77/90, അതായത് ഒരു വിഷയത്തിന് ലഭിക്കുക മാക്സിമം 9 പോയിന്റ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ 10 വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് 77/90 × 100. അപ്പൊ നമുക്ക് നോക്കിയാൽ അവിടെ 0 അല്ലെ? 0 ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി എന്ത് വരും? 770/9 അല്ലെ? അപ്പൊ ഇത് ഹരിച്ചാൽ നമുക്ക് എത്ര ആയിരിക്കും കിട്ടാം? 85.5 85.5 അല്ലെ? അപ്പൊ 85.5% മാർക്കാണ് നമ്മുടെ ഈ കുട്ടിക്ക് കിട്ടിയത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. കുട്ടിക്ക് കിട്ടിയ ഗ്രേഡുകൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 5 എണ്ണത്തിൽ A+ കിട്ടി, 3 എണ്ണത്തിൽ A ഗ്രേഡ് കിട്ടി, 2 എണ്ണത്തിൽ B ഗ്രേഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേഴ്സൻറ്റേജ് എത്ര ആയിരിക്കും? നമുക്കറിയാം 5 എണ്ണത്തിൽ A+ ഉണ്ട് അല്ലെ? അതായത് 5 × A+ന് 9 അല്ലെ? 9 പോയിന്റ് ആണ്. അപ്പൊ 5 × 9 45 പോയിന്റ് കിട്ടി. പിന്നെയോ 3 എണ്ണത്തിന് A ഗ്രേഡ് ആണ് അല്ലെ? അപ്പൊ 3 × A ഗ്രേഡിന് 8 പോയിന്റ് അല്ലെ? 8 പോയിന്റ്. അപ്പൊ 3 × 8 24 പോയിന്റ്സ് കിട്ടി. അടുത്ത 2 എണ്ണത്തിലും B ഗ്രേഡ് ആണ് അല്ലെ? അപ്പൊ 2 × B ഗ്രേഡിന് 6 പോയിന്റ് അല്ലെ? 6 പോയിന്റ്. അപ്പൊ 2 × 6 12. അപ്പൊ നമുക്ക് ഈ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്രയാണെന്ന് നോക്കിയാൽ 2 4 6 5 11 അല്ലെ? 11. ബാക്കി 1 1 1 2 2 4 4 8 അല്ലെ? അപ്പൊ ഈ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 81 ആണ്. ഇനി നമുക്ക് പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? പേഴ്സൻറ്റേജ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഗ്രേഡ് പോയിന്റ്, അതായത് 81 ടോട്ടൽ ഗ്രേഡ് പോയിന്റ് /90 × 100. ഇവിടെ നോക്കിയാൽ 0 0 ക്യാൻസൽ ചെയ്തല്ലേ? നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 9 81ൽ 9 × 9 81 അല്ലെ? അതായത് ഈ കുട്ടിക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി? 90% മാർക്ക് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേഴ്സൻറ്റേജ് മാർക്ക് കിട്ടി എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.